നമസ്കാരം ശ്രോതാക്കളെ. 2025 ഓഗസ്റ്റ് മാസം അശ്വതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നീ മേഖലകളിൽ ഈ മാസം എന്ത് മാറ്റങ്ങളാകും വരാൻ പോകുന്നതെന്ന് അറിയാം. സാമാന്യ ഫലം, ജനറൽ ഔട്ട്ലുക്ക്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഓഗസ്റ്റ് മാസം വളരെ ശുഭകരമായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാകും. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ തുടക്കങ്ങൾക്കും മാറ്റങ്ങൾക്കും ഈ മാസം അനുകൂലമാണ്. ജീവിതത്തിൽ കൂടുതൽ ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും അനുഭവപ്പെടും. തൊഴിൽ രംഗം, കരിയർ. തൊഴിൽ രംഗത്ത് ഈ മാസം വളരെ മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കഴിവും ആത്മാർത്ഥതയും മേലുദ്യോഗസ്ഥർ ശ്രദ്ധിക്കും. അതുവഴി പ്രശംസയും അംഗീകാരവും ലഭിക്കും. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകളിലൂടെ ലാഭം വർദ്ധിപ്പിക്കാൻ സാധിക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നത് ഗുണം ചെയ്യും. സാമ്പത്തിക കാര്യങ്ങൾ, ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ചില അപ്രതീക്ഷിത ചെലവുകളുണ്ടാവാം. അതിനാൽ പണം കരുതലോടെ കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂലമായ സമയമാണിത്. എന്നാൽ അതിനു മുൻപ് വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് ഉചിതമാണ്. കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. ദാമ്പത്യബന്ധം കൂടുതൽ ദൃഢമാകും. പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഈ മാസം സാധ്യതയുണ്ട്. ചെറിയ യാത്രകൾ പോകാനും കുടുംബത്തോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും അവസരമുണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ചെറിയ അസുഖങ്ങളെ അവഗണിക്കാതെ വൈദ്യസഹായം തേടുന്നത് നല്ലതാണ്. ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും കൃത്യമായ വ്യായാമം ശീലമാക്കുകയും വേണം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഗുണം ചെയ്യും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ മാസം അനുകൂലമായ സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച വിജയം നേടാൻ സാധ്യതയുണ്ട്. അധ്യാപകരുടെ പിന്തുണ ലഭിക്കുന്നതിലൂടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പഠനം എളുപ്പമാക്കാനും സാധിക്കും. ഈ മാസത്തെ ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ദോഷഫലങ്ങളെ ലഘൂകരിക്കാനും എല്ലാ ദിവസവും രാവിലെ ഗണപതിയെ ഭജിക്കുന്നത് ഉചിതമാണ്. കൂടാതെ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാടുകൾ നടത്തുന്നതും ഈ മാസത്തെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ പ്രേക്ഷകരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് ഓരോ വീഡിയോയും ചെയ്യാനുള്ള പ്രചോദനം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ചെറിയ നന്ദിയായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ചെറിയൊരു ക്ലിക്ക് ഞങ്ങൾക്ക് വലിയൊരു പിന്തുണയാണ്. കൂടുതൽ ആഴത്തിലുള്ള ജ്യോതിഷ വിവരങ്ങൾ, ജാതക വിശകലനങ്ങൾ, ദിവസഫലം, നക്ഷത്രഫലം എന്നിവയുമായി ഞങ്ങൾ ഇനിയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നന്ദി. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ.